ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടൻ ഞാനീ പറയുന്ന ഒരു ദിക്കിലേക്ക് നിങ്ങൾ നോക്കി ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. ഒരു അത്ഭുത മന്ത്രമാണ്. ഒരു വരുണമന്ത്രമല്ല, വരുണ ഗായത്രിയാണ്. അതിൻ്റെ ചില രഹസ്യങ്ങളും ചില കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാനീ പറയുന്ന ഒരു ദിക്കിലേക്ക് നിങ്ങൾ ഉണർന്ന ഉടൻ കിടക്കപ്പായി ഇരുന്നു കൊണ്ട് നോക്കി ഈ പറയുന്ന അത്ഭുത രഹസ്യ വരുണം ഗായത്രി ഒന്ന് ജപിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. സമ്പത്ത്, ഐശ്വര്യം, ദമ്പതികൾ തമ്മിൽ ഐക്യം, കുടുംബൈക്യം എന്ന് വേണ്ട അത്ഭുതങ്ങൾ, ഒരുപാട് തൊഴിൽ വിജയങ്ങളെ, കടം മാറുക, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഇത് വിശ്വാസത്തോടെ ചെയ്താൽ നിത്യേന രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ ആ വരുണ ഗായത്രി എന്താണ്, അത് എങ്ങനെയാണ് ജപിക്കേണ്ടത്, അത് ജപിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഉണർന്ന ഉടനെ നോക്കേണ്ട ഒരു ദിക്കുണ്ട്. ആ ദിക്കിന്റെ രഹസ്യവും പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ദിവസവും രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ രാവിലെ ഉണരുമ്പോൾ മുതൽ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഒരു ദിവസത്തെ നമ്മുടെ അന്നത്തെ ആ ഒരു ഉയർച്ചയ്ക്ക് അടിസ്ഥാനം തന്നെ. അപ്പൊ ദിവസവും ഉണരുമ്പോൾ ചില പ്രത്യേക മന്ത്രങ്ങൾ, ആ ചില ദിക്കുണ്ട്, ആ ദിക്കിലേക്ക് നോക്കി ജപിച്ചാൽ നമുക്ക് ദിവസവും കൂടുതൽ ആ വീട്ടിൽ തന്നെ പണവും സമ്പത്തും ഒക്കെ വന്ന് നിറയുമെന്നുള്ളതാണ്. അതോടൊപ്പം അത്ഭുതകരമായ ഒരു അവസാനം ഒരു വിദ്യയും കൂടെ പറഞ്ഞു തരുന്നുണ്ട്, ഭദ്രകാളി രഹസ്യം കൂടെ. അപ്പൊ ഇത് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രയോജനപ്പെടുമെന്ന് മാത്രമല്ല, ഇത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ഇതിന്റെ ഈ മന്ത്രത്തിന്റെ അത്ഭുത ശക്തി, ഈ വരുണ ഗായത്രി അത്ഭുത ശക്തിയെ കുറിച്ച് എണ്ണിയാൽ ഒടുങ്ങാത്ത ഫലങ്ങളാണ്. ഇതിന് അവസാനം നിങ്ങളെ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ഭദ്രകാളി രഹസ്യവും പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്ന രീതിയിൽ എഴുതിയെടുത്ത് നിങ്ങൾ ചെയ്യണം. അത് അങ്ങനെ ഭദ്രകാളി രഹസ്യം ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോയിലെ ഒരു വരിയോ ഒരു വാക്കോ ഒന്നും നിങ്ങൾ മിസ് ചെയ്യാതെ വിട്ടുപോകരുത്, കാണണം. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അറിയാനോ കേൾക്കാനോ സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് അത്ഭുതകരമായ കാര്യമാണ്. നിങ്ങൾ മുഴുവൻ കേൾക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ചെയ്ത് നോക്കുക. കൂടുതൽ ഞാൻ പറയുന്നില്ല, അത് അനുഭവത്തോടെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് ആളുകളാണ് മെസ്സേജ് ചെയ്യുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും, എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയത്തുള്ളൂ. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. അങ്ങനെയുള്ളവർ ചെയ്താൽ മതി എന്ന് പറയുന്നത്, എല്ലാത്തിനും ചെയ്യണ്ട. മനസ്സിലായില്ലേ? നമ്മുടെ പ്രയത്നവും കൂടെ വേണം. ഇതെല്ലാം പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത എല്ലാം ഞാൻ പറയും, ഞാൻ പറഞ്ഞു തരും. ഏത് ദിവസം ക്ഷേത്രത്തിൽ പോകണം, എങ്ങനെ ചെയ്യണം, എന്തു ചെയ്യണം, എല്ലാം എവറിത്തിങ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ രാവിലെ നമ്മൾ കിടക്കപ്പായിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ട ദിക്ക് പടിഞ്ഞാറാണ്. ഈ പടിഞ്ഞാറ് ദിക്കിലേക്ക് നോക്കി നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലാം. അത് കഴിഞ്ഞ് അവസാനമോ അല്ലെ ആദ്യമോ എപ്പോഴാണെങ്കിലും പടിഞ്ഞാറ് ഉണർന്ന ഉടനെ പടിഞ്ഞാറ് ദിക്കിലേക്ക് കിടക്കപ്പായിരുന്നുകൊണ്ട് തന്നെ നോക്കി ഈ ഒരു അത്ഭുത വരുണ ഗായത്രി നിങ്ങൾ ജപിക്കുക. ഇതിന് അനന്ത ഫലങ്ങളാണ്. ഞാൻ കുറച്ച് ഫലങ്ങൾ പറഞ്ഞുതരാം. എന്നാലാകുന്ന രീതിയിൽ ഒരുപാട് ഫലങ്ങളുണ്ട്. പ്രധാനമായിട്ടും കടബാധ്യതകൾ മാറാൻ ഉപകരിക്കും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും, പിന്നെ വീട് അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്കുണ്ടാകാനും, കുടുംബ സുഖമുണ്ടാകാനും, ദമ്പതികൾ തമ്മിൽ ഐക്യമുണ്ടാകാനും, പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹമുണ്ടാകാനും, അതുപോലെ കല്യാണം പുതിയതായിട്ട് കഴിച്ചവർക്കും ദീർഘകാലമായിട്ട് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും എല്ലാം വളരെ ഐക്യത്തോടെ ജീവിതം മുന്നോട്ട് പോകാനും, വർദ്ധിച്ച സമ്പത്തും എല്ലാം നൽകുന്ന ഒരു വരുണ ഗായത്രി മന്ത്രമാണ്. മാത്രമല്ല ഇത് ജപിച്ചാൽ പാപങ്ങൾ മാറുമെന്നുള്ളതാണ്, പാപശമനവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫലങ്ങളെ ചെയ്യുന്ന ഒരു വരുണ ഗായത്രി മന്ത്രമാണ് ഞാൻ പറയുന്നത്.
മന്ത്രം ഇതാണ്: ഓം ജലബിംബായ വിദ്മഹേ നീലപുരുഷായ ധീമഹി തന്നോ വരുണ പ്രചോദയാത്. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം, അതോടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ കേട്ടോ. അപ്പൊ ഈ വരുണ ഗായത്രി നിങ്ങൾ കിടക്കപ്പായ ഇരുന്നു കൊണ്ട്, എഴുന്നേറ്റ ഉടനെ കിടക്കപ്പായ ഇരുന്നു കൊണ്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിങ്ങൾ ജപിക്കണം. ചുമ്മാ അങ്ങ് ജപിച്ചാൽ ഫലം കിട്ടുമോ? ഇല്ലേ ഇല്ല. ചുമ്മാ ചെയ്താൽ ഫലം കിട്ടത്തില്ല. അത് ചെയ്യേണ്ട രീതി ചെയ്താലേ ഫലം കിട്ടത്തുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. അതായത് ഓം, ഒന്നുകൂടെ പറയാം, ഓം ജലബിംബായ. ജലബിംബം എന്ന് വെച്ചാൽ ജലത്തിന്റെ ആ പ്രതിഫലനം, ആ റിഫ്ലക്ട് ചെയ്യുന്ന ജലം, പ്രതിഫലിക്കുന്ന ജലം, ആ സമുദ്രജലം മനസ്സിൽ കാണണം. കണ്ണു തുറന്ന് സങ്കല്പിച്ച് വേണം ജപിക്കാൻ. ഓം ജലബിംബായ വിദ്മഹേ എന്ന് വെച്ചാൽ ആ പ്രതിഫലിക്കുന്ന സമുദ്രജലത്തെ മനസ്സിൽ, നീല നിറത്തുള്ള സമുദ്രജലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ജപിക്കണം വാഗുണ്ട്. ഓം ജലബിംബായ വിദ്മഹേ നീലപുരുഷായ ധീമഹി. അതായത് നീലപുരുഷൻ, സമുദ്രത്തിന്റെ നിറത്തോടു കൂടിയ വരുണദേവനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ നീല നിറത്തിലുള്ള ആ വരുണദേവനെ മനസ്സിൽ സങ്കല്പിക്കുക. തന്നോ വരുണ പ്രചോദയാത്. ആ വരുണ ഭഗവാൻ എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ, എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യം കൊണ്ടുവരട്ടെ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. അങ്ങനെ ജപിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഏതൊരു കാര്യമായിക്കോട്ടെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഇത് രാവിലെ ഇങ്ങനെ കിടക്കപ്പായി ഇരുന്നു കൊണ്ട് ഒരു തവണയോ അല്ലെ 3 തവണയോ പടിഞ്ഞാറ് ദിക്ക് നോക്കി ജപിക്കാം. വാഗൊണ്ട് തന്നെ ജപിക്കണം, മനസ്സിലല്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു ദിവസം തന്നെ എപ്പം വേണേലും ജപിക്കാം. അതാണ് ഇതിന്റെ വേറൊരു രഹസ്യം. എപ്പം വേണേലും വാഗൊണ്ട് ഇങ്ങനെ എവിടെ നിന്ന് വേണേലും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ വരുണ ഗായത്രി ഒരു തവണ വീതം കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് എപ്പം വേണേലും ജപിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ മാറ്റങ്ങൾ വരും. കടബാധ്യതകൾ മാറാൻ ഏറ്റവും നല്ലതാണ് വരുണ ഗായത്രി. പിന്നെ നിങ്ങൾക്കൊരു വീടുണ്ടാകാൻ, ഭൂമി വാങ്ങാൻ, ഇതിനൊക്കെയുള്ള അവസരങ്ങൾ ഒരു ദിവസം ജപിച്ചുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നല്ല, ഇത് നിത്യേന ചെയ്യുക. പല ദിവസമാകുമ്പോഴും നിങ്ങളുടെ പ്രയത്നവും കൂടെ ചേരുമ്പോഴും ആ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. അപ്പം നമുക്കൊരു ഭൂമി വാങ്ങണം, അത് തടസ്സപ്പെട്ടു നിൽക്കുക, ആ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഉപകരിക്കും. വീട് വെക്കാൻ പറ്റുന്നില്ല, ആ കാര്യങ്ങളെ തടസ്സം മാറാൻ ഉപകരിക്കും. കുടുംബസുഖമില്ല, കുടുംബത്തിൽ എപ്പോഴും പ്രശ്നമാണ്, കുടുംബസുഖം ഉണ്ടാകാൻ ഉപകരിക്കും. ഇനി വിവാഹാദി കാര്യങ്ങൾ നടക്കാത്തവർക്ക് അത് നടക്കാൻ ഉപകരിക്കും. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ കലഹമാണ്, വഴക്കാണ്, അപ്പം അത്തരം കാര്യങ്ങൾ മാറ്റമുണ്ടായി ഐക്യമുണ്ടാകാൻ ഉപകരിക്കും. പുരുഷനും സ്ത്രീയും തമ്മിൽ ഐക്യമുണ്ടാകാനും സ്നേഹം വർദ്ധിക്കാനും ഈ വരുണ ഗായത്രി അതിവിശിഷ്ടമെന്ന് അറിയുക. അതുപോലെ പുതിയതായിട്ട് കല്യാണം കഴിച്ച ഒരു ദമ്പതികളാണെങ്കിൽ അവർക്കും നല്ലതാണ്. വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ജീവിക്കുന്നവർക്കും നല്ലതാണ്. അതുപോലെ വേർപിരിഞ്ഞ് നിൽക്കുന്ന ദമ്പതികൾ, അവര് ഈ ഐക്യമാകണമെന്നുള്ളവർ ഇപ്പം ഈ ഒരു മന്ത്രം ഭക്തിയോടെ ജപിച്ചാൽ, എന്നിട്ട് ഐക്യമാകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ, അത് വേർപിരിഞ്ഞവർ ഒന്നിക്കാനും ഈ വരുണ ഗായത്രി നല്ലതാണ്. പിന്നെ നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പരിശ്രമങ്ങൾ, ഇപ്പൊ എന്തിനു വേണ്ടി, ഒരു ജോലിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നടത്തുന്ന പരിശ്രമങ്ങൾ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ ഈ പരിശ്രമങ്ങൾക്ക് ഫലം കാണാനും, ഏത് പരിശ്രമങ്ങൾക്കും, സാമ്പത്തികം ഉണ്ടാക്കുന്നതിനായിക്കോട്ടെ, ഏത് പരിശ്രമങ്ങൾക്കും ഫലം കാണാനും ഈ വരുണ ഗായത്രി നല്ലതാണ്. പിന്നെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇപ്പൊ എല്ലാം ഒരു വീഡിയോ പറഞ്ഞുതരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ എന്നെ കൊണ്ട് പറഞ്ഞു തരാൻ ഇപ്പൊ സാധിക്കത്തില്ല. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ ദുരിതങ്ങൾ മാറും, നിങ്ങളുടെ പല അസ്വസ്ഥതകളും മാറിക്കിട്ടും, നിങ്ങൾക്ക് മാനസികമായ ടെൻഷൻ മാറിക്കിട്ടും, ഈ പാപകർമ്മങ്ങൾ മാറിക്കിട്ടും, പാപദോഷങ്ങൾ മാറിക്കിട്ടും എന്ന് വേണ്ട. ഇത് വളരെ ആശ്ചര്യകരമായ ഫലങ്ങളാണ് നൽകുന്നത്, അത്ഭുതകരമായ ഫലങ്ങളാണ് നൽകുന്നത്. അതുപോലെ അഭിപ്രായ ഭിന്നതകൾ മാറിക്കിട്ടും, പ്രധാനമായിട്ട് സാമ്പത്തികം വരും, സമ്പത്ത് വർദ്ധിക്കും, കടബാധ്യതകൾ മാറും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ പ്രയത്നിക്കാനുള്ള നമ്മൾ കൂടെ പ്രയത്നിക്കണം. നമുക്കൊരു അവസരം കിട്ടി അത് പ്രയോജനപ്പെടുത്തേണ്ട നമ്മളാ. അവസരം ദൈവാധീനം കൊണ്ട് വരും, പ്രവർത്തിക്കേണ്ട നമ്മൾ, അത് എപ്പോഴും ഓർത്തുകൊള്ളുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണേലും പറഞ്ഞു, നമ്മൾ ഓരോ ദിവസത്തിലെ ഓരോ ദിവസത്തിലെ ദൈനംദിന ഓരോ പ്രവർത്തികളും നമ്മൾ അത് നിരീക്ഷിച്ച് വേണ്ട ഉചിതമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോയാൽ ഒരു കടവും ഉണ്ടാകത്തില്ല. ഇത് ഒരു ദിവസം
ഒരു ദിവസം എല്ലാം കൂടെ ചിന്തിക്കുമ്പോഴേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബാക്കി ദിവസങ്ങളൊന്നും, ഇപ്പം ബാങ്കിൽ മാസം ലോൺ അടയ്ക്കണം, അപ്പോഴൊന്നും ശ്രദ്ധിക്കത്തില്ല. ഇത് പലിശയുടെ മണ്ടയ്ക്ക് പലിശയായി ഒരു ജപ്തി നോട്ടീസ് വരുമ്പോഴാണ് ആകാശം ഇടിഞ്ഞ് വീഴുന്ന പോലെ, എന്തോ അത്ഭുതം സംഭവിച്ച പോലെ, അയ്യോ എനിക്ക് കടമായി, എനിക്ക് രക്ഷയില്ല. അതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു. ആ പൈസ എടുത്ത് നമ്മുടെ കാര്യം കണ്ടതാ, എന്നിട്ട് മാസം അടയ്ക്കണമെന്നുള്ള വ്യവസ്ഥ വെച്ചാൽ എടുത്ത്, അപ്പം ചിന്തിച്ചിട്ടില്ല. പിന്നെ മാസം മാസം നമ്മൾ അതിനെക്കുറിച്ച് അടയ്ക്കണമെന്ന് ചിന്തിക്കണമായിരുന്നു. ഓരോ മാസവും ഓരോ ദിവസവും ദൈനംദിനത്തിലുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വിശകലനം ചെയ്ത് ഉചിതമായ നടപടികൾ എടുക്കണം. ഇപ്പൊ മാസം ലോൺ അടയ്ക്കണം, ലോൺ അടയ്ക്കാൻ നമുക്ക് വരുമാനമില്ല, വരുമാനം ഇല്ലെങ്കിൽ പുതിയ വരുമാനത്തിലുള്ള ജോലി കണ്ടെത്തണം, ജോലിക്ക് വേറെ പോകണം, വരുമാനം കണ്ടെത്തണം. അങ്ങനെ ഉചിതമായ നടപടി എടുക്കണം ദൈനംദിന പ്രവർത്തനങ്ങളിൽ. അല്ലാതെ കുറെ നാൾ ഒന്നും അറിയാതെ ചുമ്മാ ജീവിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ കടവാന്ന് പറയുന്നത് ഒരു അർത്ഥവും ഇല്ല. അത് ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യത്തില്ല, നമ്മൾ തന്നെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണത്. അപ്പൊ അത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. എന്നിട്ട് ഈശ്വരനെ വിളിക്കുമ്പോഴാണ് അത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവാധീനം ഉണ്ടാകുമ്പോൾ ബുദ്ധി തെളിയും, ഉത്സാഹം ഉണ്ടാകും. പിന്നെ നമ്മൾ തന്നെ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. ഭദ്രകാളിയുടെ ഒരു അത്ഭുതകരമായ വിദ്യ ഞാൻ പറഞ്ഞുതരാം. രാവിലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുവാനും അത്ഭുതകരമായ ജീവിതം ഇനിയും പറയാൻ പോകുന്ന ഭദ്രകാളിയുടെ വിദ്യ ചെയ്ത് അത്ഭുതകരമായ ജീവിതം മാറിയ ആളുകളുണ്ട്. അപ്പോൾ അനുഭവത്തിലാണ് പറയുന്നത്, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അതായത് ഞാൻ ഈ പറയുന്നത് എഴുതി എടുത്തിട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്നാലേ ശരിയാകത്തുള്ളൂ. ഞാൻ ഈ പറയുന്ന വരികൾ നിങ്ങൾ രാവിലെ കുളി ചീറനോടെ, ഇത് എഴുതി എടുക്കണ്ട, ഞാൻ പറയുന്ന പ്രാർത്ഥന എഴുതി എടുത്താൽ മതി. രാവിലെ കുളി ചീറനോടെ വസ്ത്രമുടുത്ത് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചിൽ തൊട്ട്. അപ്പൊ അറിയാലോ എന്തിനാ ഇടതുകാലം മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ അറിയാലോ. നമ്മുടെ ഇടത് ശരീരത്തിലെ അവയവങ്ങളെ കൂടുതൽ ആക്റ്റീവ് ആക്കുമ്പോഴാണ് നമ്മുടെ വലത് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നത്. വലത് ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴാണ് ഭാവന, ആ ഭാവനയിലാണ് എല്ലാം ഇരിക്കുന്നത്. ഉപബോധ സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും അധികം ഉണർത്തുന്നത് ഭാവനയാണ്, സങ്കല്പമാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചിൽ തൊട്ട് ഈറനോടെ കുളിച്ചീറനോടെ വസ്ത്രമുടുത്ത് കുളിമുറി എന്നുകൊണ്ട് ഞാനീ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം. എഴുതി വെച്ചോണം. ഭദ്രകാളിയമ്മേ, വാഗൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. കണ്ണു തുറന്ന്, കണ്ണടച്ചും പ്രാർത്ഥിക്കാം, പക്ഷെ വാഗൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. ഭദ്രകാളിയമ്മേ, അവിടുന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ മന്ത്രം ഒരു 3 തവണ ജപിക്കുക, അല്ലെ 1 തവണ ജപിച്ചാലും മതി. എന്നിട്ട് അവസാനം വീണ്ടും പറയുക, ഭദ്രകാളിയമ്മേ, അവിടുത്തെ ദാസിയായ എനിക്ക് എല്ലാ മംഗളങ്ങളും തരണേ അമ്മേ എന്ന് ആ സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് തല തോർത്തുക, വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. അല്ലെ തല തോർത്തി കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുളിമുറിയിൽ നിന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ തല തോർത്തി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത മന്ത്രം ജപിക്കാവുള്ളൂ. ഭദ്രകാളിയമ്മ വിളിച്ച് തല തോർത്തി കുളിമുറിയിൽ നിന്ന് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ്. ഇത് ചെയ്ത ആൾക്ക് അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒരു വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തു, അത് ഞാൻ കേട്ടു. ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പം ഈ കാര്യം അവർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായി എന്നൊരാൾ. അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഞാൻ പറയുന്ന ഏതൊരു കാര്യവും അത് ഒരുപാട് ആളുകൾക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറയാറില്ല. അപ്പോൾ ഈ ഭദ്രകാളിക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ജീവിതത്തിൽ ഒരു കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ രാവിലെ കുളി ചീറനോടെ ഭദ്രകാളിയെ വിളിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വതും വന്നു ചേരും. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും, എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ പ്രതിസന്ധികളും മാറും, സമ്പത്തും വരും. അത്യാപത്തുകളെ, പെടുമരണങ്ങളെ, അപകടങ്ങളെ ഇതൊക്കെ വഴിമാറിപ്പോകുന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും പല അത്യാപത്തുകളും ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മളുടെ ചില അശ്രദ്ധ കൊണ്ടും ദൈവാധീനക്കുറവുകൊണ്ടും ഒക്കെയാണ്. ദൈവാധീനം ഉണ്ടാകുമ്പോൾ ഇതിലെല്ലാം മാറ്റം വരും. മാത്രമല്ല, ദുഷ്ടജനങ്ങൾ ഇങ്ങോട്ട് വന്ന് നമ്മളോട് ചില സമയദോഷം ഉണ്ടാകുമ്പോഴാണ് ഓരോ തട്ടിപ്പുകാർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് പരിചയപ്പെടും. അങ്ങനെയുള്ള ആരും നമ്മുടെ 7 അയൽപക്കത്ത് പോലും വരത്തില്ല. ഭദ്രകാളിയെ വിളിച്ചു കഴിഞ്ഞാൽ വന്നാൽ അവൻ അതിൻ്റെ ഭദ്രകാളി നോക്കിക്കോളും. നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ അവനെ ഭദ്രകാളി അവൻ്റെ വഴി ഓടിച്ചു വിട്ടോളും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഭദ്രകാളിയെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാകും. പക്ഷെ അത്ര സ്നേഹത്തോടെ വിളിക്കണം കേട്ടോ. ഞാൻ ആ പറഞ്ഞ വരികൾ അതേപോലെ എഴുതിയെടുത്ത് ആ സ്നേഹത്തോടെ വിളിക്കണം. അത്ഭുതകരമായി ജീവിതം മാറും. ഞാൻ സത്യമായ കാര്യമാണ് പറഞ്ഞത്. അത് ശരിയായിട്ട്
ചെയ്തവരുടെ എല്ലാം ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് അത്ഭുതകരമായ ആശ്ചര്യകരമായ കാര്യമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്നും ചെയ്യാം. കുളിമുറി എന്ന് പറഞ്ഞാൽ കുളിമുറിയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, കുളിമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. അത് ടോയ്ലറ്റ് ആണെങ്കിലും കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ നെഗറ്റീവ് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആ രീതിയിൽ നമ്മൾക്ക് ചെയ്താൽ തന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. പിന്നെ ഇതുപോലെയുള്ള ചില നല്ല പ്രാർത്ഥനകളാണ് ജീവിതം മാറ്റുന്നത്, നല്ല അറിവുകളാണ് ജീവിതം മാറ്റുന്നത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുക, കുറേ കാര്യങ്ങൾ ചെയ്യുക, ഇതൊന്നുമല്ല കാര്യം. നമ്മൾ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയണം, ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഒരു മാറ്റമില്ല. എത്രയോ ജീവിതങ്ങൾ മാറ്റിയ, എത്രയോ ആളുകളുടെ ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യുക. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.